അതെ, നമുക്ക് വളരെ പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഒരു ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, സൺഫ്ലവർ ഒഴിക്കുന്നവർക്ക് സൺഫ്ലവർ ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഇട്ട് അടുത്തേക്കിട്ടു. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്നിടം വരെ വെയിറ്റ് കൊടുക്കാം. അങ്ങനെ ഞാൻ അത് വെയിറ്റ് ചെയ്തു. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നപ്പോഴത്തേന് ഞാൻ കൊച്ചുള്ളിയും സവാളയും കൂടെ ആട്ടോ എടുത്തത്. കൊച്ചുള്ളി ഇടുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് ഒരു സവാള ഞാൻ എടുത്ത കേട്ടോ. ആ സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഒരു തക്കാളി അരിഞ്ഞത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ 2 പച്ചമുളക് കീറിയിട്ടു. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി. പിന്നെ നമ്മളതൊന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അത് വന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണമൊക്കെ ഒന്ന് ഇളകി കൊടുക്കുക. ഞാനിവിടെ ചിക്കൻ മസാല ഇട്ട് എടുക്കുന്നത്. ദേവൻ്റെ ചിക്കൻ മസാല എടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി വിനാഗിരിയൊക്കെ ഇട്ട് കഴുകിയ ചിക്കനാട്ടോ. നമുക്ക് എന്തോ അതങ്ങനെ ചെയ്താലേ മനസ്സിന് പിടിക്കത്തുള്ളൂ കുറച്ച് കഴിക്കാൻ. അങ്ങനെ ഞാൻ അതെല്ലാം നല്ലതുപോലെ കഴുകി റെഡിയാക്കി വെച്ച് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചേട്ടോ. ചൂടാക്കി തണുപ്പിച്ച് വെച്ച വെള്ളം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വയ്ക്കുക. തിള വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം അവിടെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയിട്ട് നമുക്ക് അതിനേരം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ചിക്കൻ പൊടി മസാല ഇടുന്നവർക്ക് പിന്നെ ഇതൊന്നും വേണമെങ്കിൽ നമുക്ക് അതിലൂടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല ചിക്കൻ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുരുമുളക് പൊടി ഇട്ട് കേട്ടോ. അത് ഇടാൻ കാണിക്കാൻ മറന്നു.